ഏറ്റവും ബഹുമാനവും ആദരവും ബഹുമാനപ്പെട്ട സയ്യിദ് അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനാത്തുകൾ മാസത്തിൽ നടത്തി വരുന്ന സ്വലാത്തിന്റെ വേദിയിലാണ് നമ്മളുള്ളത്. അതോടൊപ്പം നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറാഖങ്ങളുടെ അനുസ്മരണ വേദിയിൽ കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടതുപോലെ തങ്ങളുടെ മഹത്വമെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമുക്ക് പറഞ്ഞു തരും. നമ്മളെക്കാളും കൂടുതൽ സമയം തങ്ങളോട് ചെലവഴിച്ച് അവിടുത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആത്മാർത്ഥമായി അവിടുത്തെ മുഹബ്ബത്ത് വെക്കുകയും വലിയ ഒരു നേതാവ് കൂടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മഹാന്മാരെ സ്മരിക്കുക എന്നത് അത് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള ഒരു പ്രായശ്ചിത്തമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാർ, സ്വാലിഹീങ്ങൾ അവരൊക്കെയും ഈ ലോകത്ത് ഉള്ളതുകൊണ്ട് പല അദാബിൽ നിന്ന് അല്ലാഹു നമ്മളെ സലാമത്താക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട ഖുറാഖങ്ങളെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാ സമയവും ദീനിന് വേണ്ടി ചെലവഴിച്ചു. അവിടുത്തെ ദീനിന് വേണ്ടി മാത്രം എന്താണോ ഹക്ക് അത് എടുത്തു പറയുക. നേരത്തെയും ഞാൻ ജോലി ചെയ്ത മഹല്ലിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറാഖങ്ങൾ ഖാദിയായി. പല തവണ മഹാനവരെ അതുകൊണ്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ആ സയ്യിദ് അവരുകൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഈ ലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ അല്ലാഹു ഊരിയെടുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ലോകത്തിൽ നിന്ന് ഇൽമിനെ അല്ലാഹു ഊരിയെടുക്കുന്നത് അത് പണ്ഡിതന്മാരെയും സാദാത്യങ്ങളുടെ മരണമാണ്. നല്ല നല്ല സ്വാലിഹീങ്ങൾ മരണപ്പെട്ടു പോകുന്നത് ഈ ലോകത്തേക്കുള്ള വലിയ മുസീബത്താണ്. അവരുടെ ദുആ ബർക്കത്ത് കൊണ്ടാണ് ദൈനംദിനം നമ്മുടെ ജീവിതം റാഹത്തിലായി പോകുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നമുക്കറിയാം, ഏത് കാര്യം പോയി പറഞ്ഞാൽ അവിടുന്ന് മഹാനവറുകൾ അത് ബദർ ശുഹദാക്കള് തവസ്സുൽ ചെയ്യാൻ വേണ്ടി നമ്മോട് പറഞ്ഞു. ബദരീകളെയാണ് കൊടുത്തത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖുറാ എന്ന ആ ചെറിയൊരു നാട് ലോകത്തന്നെ അറിയപ്പെട്ട ഒരു നാടായി മാറി. പക്ഷേ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. അന്ന് ബഹുമാനപ്പെട്ട സിയവലുള്ളാഹി മഹാനവർ വലിയ അലിമാണ്, വലിയ പണ്ഡിതനാണ്, വലിയ വലിയാണ്, ആർക്കും സംശയമില്ല. ആ സിയവലുള്ളാഹി ആ മഹല്ലത്തേക്ക് വന്നു, ഈ നാട്ടിൽ ഒരാൾ വരാനുണ്ട്, ഈ നാട്ടിലുള്ള വെള്ളം അത് മരുന്നായി മാറുമെന്ന് പറയണമെങ്കിൽ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. സാധാരണ ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയാൻ അവർക്ക് സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഖുറാഖങ്ങൾക്ക് മഹത്വം ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടെ ബഹുമാനപ്പെട്ട CM ഒരുപാട് കൽബിലെന്ന് തോന്നിപ്പിച്ചു കൊടുത്തതും കാര്യം അങ്ങനെ തന്നെ നടന്നുപോയി. അതാണല്ലോ ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞില്ലേ, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം തങ്ങൾ ഏതൊരു കാര്യം പറയാൻ അവിടുന്ന് മനസ്സ് കാണിക്കുമ്പോൾ അല്ലാഹു മനസ്സിലേക്ക് ആ കാര്യം ഇട്ടുകൊടുക്കുകയാണ്. അതുപോലെയായിരുന്നു ബഹുമാനപ്പെട്ട ഖുറാൻ തങ്ങൾ ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ വരാനുണ്ട്, അവിടുത്തെ വെള്ളമെല്ലാം അത് മരുന്നായി മാറും എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിന്റെ മഹത്വം എന്താണ് എന്ന് നാം അതിനോടുകൂടെ മനസ്സിലാക്കണം. പറഞ്ഞത് ഒരു സാധാരണ വ്യക്തിയല്ല, ബഹുമാനപ്പെട്ട CM ഒരു വാദിയാണ്. പറഞ്ഞത് കേട്ട എത്രയോ ആളുകളുണ്ട്. ആ നാട് തന്നെ നേരത്തെ ഔലിയാക്കന്മാരെ കൊണ്ടും പണ്ഡിതന്മാരെ കൊണ്ടും സാദാത്തുകളെ കൊണ്ട് ബന്ധപ്പെട്ട നാടാണ്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടതുപോലെ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് വർഗ്ഗം നമുക്ക് പറഞ്ഞു തരും. ഇന്ന് 40 ദിവസത്തോളമായി ആ ഹദ്റത്തിൽ വെച്ച് മുതഅല്ലിമീങ്ങൾ അവിടുന്ന് ഖത്ം ഓതി തീർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മുടെ കുടുംബത്തിലുള്ള മുതഅല്ലിമീങ്ങൾ കുളത്തിൽ പോയി ഇൻഷാ അല്ലാഹ് ഖത്മുൽ ഖുർആൻ ഓതാറുണ്ട്. പക്ഷേ ഇതെല്ലാം നോക്കി നടക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുണ്ട്. ഇതാണ് അവിടുത്തെ മുഹബ്ബത്ത്, സ്നേഹം. ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെ മക്കളാണ്. പ്രിയമുള്ളവരെ, അവരെ കുറിച്ച് നാം ഒരു വാക്ക് പറഞ്ഞു പോയാൽ ഹബീബായ തങ്ങൾ അത് ഇഷ്ടപ്പെടുകയില്ല. സയ്യിദന്മാർ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിൽ കേറിയവൻ വിജയിച്ചു പോയി, അല്ലാത്തവർക്ക് പരാജയമാണ്. അതുപോലെ സയ്യിദന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അൽഹംദുലില്ലാഹ്, ഈ താലൂക്കിൽ വെച്ച്, നമ്മുടെ ബുദ്ധങ്കടി താലൂക്കിൽ വെച്ച് നായിബ് ഖാദിയായി ബഹുമാനപ്പെട്ട എത്രയോ വർഷത്തോളം സേവനം ചെയ്തു തങ്ങളോട്. പ്രിയമുള്ളവരെ, നല്ല മനസ്സിലേക്ക് അവിടുത്തെ വാക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വോയിസ് ബഹുമാനപ്പെട്ട സാദാത്തങ്ങളോട് വോയിസ് ഞാൻ കേട്ടു. പല ആലിമീങ്ങളും പല ഗ്രൂപ്പിൽ വന്നപ്പോൾ ആലിമീങ്ങൾ എന്നോട് ഇങ്ങനെ തിരിച്ചു വോയിസിട്ട്, അതായത് എന്നോട് പറയാൻ കാരണം ഈ മഹല്ലത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് വർഗ്ഗം ഖതീബായതുകൊണ്ടായിരുന്നു. വളരെ ആ വാക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, സ്ഥാനത്തിന് വേണ്ടിയല്ല ബഹുമാനപ്പെട്ടവര് ഇത് ഏറ്റെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഖുർആൻ തങ്ങളെ ആ ഒരു വാക്ക് അനുസരിക്കുക, അവിടുത്തെ പറഞ്ഞതൊന്ന് ആദരിക്കുക, അത് കേൾക്കുക, അതുപോലെ ജീവിതത്തിൽ ചെയ്തൊരു മഹാനാണ് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക്. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ഖുർആൻ തങ്ങൾ കാജൂരിലേക്ക് ജുമാക്ക് മാസവേണ്ടി എന്ന് വന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുകൾ പെട്ടെന്ന് ഇവിടുന്ന് പോയി. ജുമാക്ക് ഉണ്ടായിരുന്നില്ല. മഹാനവർക്ക് കേട്ടപ്പോൾ തങ്ങളവർ പറഞ്ഞു, ഇന്ന് തങ്ങൾ വരുന്നുണ്ട്, അപ്പോ തങ്ങൾ വരുന്നതിന് മുമ്പ് പോയി നിനക്ക് എത്തണം. അതാ മുഹബ്ബത്താണ്, സ്നേഹമാണ്, അവിടത്തോടുള്ള ആദരവാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സയ്യിദന്മാരെ ആദരവും അവരുടെ ഇടയിലുള്ള ബന്ധവും നമുക്കത് വിജയമാണ്. അതുകൊണ്ട് എന്റെ വോയിസ് കേൾക്കുന്ന ഈ നാട്ടിലുള്ള ഉമ്മപെങ്ങന്മാരും ചെറുപ്പക്കാരും നമ്മൾ സയ്യിദന്മാരെ ആദരിക്കുക. അവിടുത്തെ നേതൃത്വമെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മീയമായ നിലയ്ക്ക് തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ തങ്ങളുടെ ആ നേതൃത്വം ഇവിടെ ഉണ്ടാകും. അവിടുത്തെ നോട്ടം നമുക്കുണ്ടാകും. അതോടൊപ്പം ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ നേതൃത്വം നമുക്കുണ്ടാകും. ആലിമീങ്ങളും സാദാത്യങ്ങളും നാമൊക്കെ അവരെ മനസ്സിലാക്കി അറിഞ്ഞ് അവരെ കൂടെ ഉദ്ദേശത്തോടു കൂടെ ജീവിക്കാൻ നാം ശ്രമിക്കണം. ഏതെങ്കിലും 2 വാക്കുകൾ പറഞ്ഞ് ഒരിക്കലും ഒരു സയ്യിദിനെ മനസ്സ് വേദനിപ്പിച്ചാൽ പ്രിയമുള്ളവരെ, അത് കാണുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാളെ ആഖിറത്തിൽ നാം എത്തപ്പെട്ടാൽ അന്ന് നാം ഓടുന്നത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്കാണ്. ബാപ്പ,
എന്റെ കാര്യമൊന്ന് നിങ്ങൾ നോക്കണമെന്ന് ബാപ്പയോട് ആവശ്യപ്പെടുമ്പോൾ ബാപ്പ പറയുന്നു, അടുത്ത പ്രവാചകനുണ്ട് നൂഹ് നബി, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ പോവുക. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ അവരുടെ കാര്യം ബേജാറാണ്, നിങ്ങൾ അടുത്ത പ്രവാചകരുടെ അരികിൽ പോവുക എന്ന് പറയുമ്പോൾ അവസാനം നമ്മെ ഏറ്റെടുക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയ യൗമ യദഉ ഖൈറു ഖൽഖിൽ ആലമീൻ ഉമ്മത്തി ഉമ്മത്തി യാ ഖൗമിയാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ആ ഹബീബായ തങ്ങളുടെ പേരമക്കൾക്ക് പറഞ്ഞാലാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും ആ സമയത്ത്? നാം ഒന്ന് നെഞ്ചത്തെ ആ സയ്യിദന്മാരെ ആക്ഷേപിക്കുന്ന ആളുകളുടെ അവസ്ഥ ആ സമയത്ത് എന്തായിരിക്കും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എന്റെ ഉമ്മത്തുകൾ നരകത്തിൽ ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നാം പെടണോ എന്ന് നാം ചിന്തിക്കണം. സയ്യിദന്മാർ എന്ന് പറയുന്നത് ചില്ലറ കഴിയൊന്നുമല്ല. അവരെ നോട്ടമൊക്കെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവർക്ക് എന്തും കാര്യം നേരെ ഉപ്പാപ്പയായ ഹബീബായ തങ്ങളോട് പറയാം. നേരെ മക്കളാണ് അവർ, നമ്മളെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, നമ്മുടെ ആയുസ് എത്ര കാലം ായിരിക്കാമെന്ന് കിടന്നത്. പക്ഷേ അള്ളാഹുവിന്റെ വിധി നോക്കൂ, അള്ളാഹുവിന്റെ തീരുമാനം നോക്കൂ. അള്ളാഹു പറയുന്നു, ഇതുപോലെ എന്റെ അദാബ് ഓരോ സമയത്ത് നമ്മെ അതാ അള്ളാഹു എന്നോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അതിന്റെ സാമ്പിൾ ഇങ്ങനെ കിടക്ക് വെച്ച് തരും. എന്തുകൊണ്ട് ഒറ്റടിക്ക് നമ്മുടെ ഹലാക്കാകാത്തത്? അത് ഹബീബായ തങ്ങളോട് അല്ലാഹു റസൂൽ പറഞ്ഞു, നബിയേ, തങ്ങളുള്ള കാരണം കൊണ്ട് ഈ സമുദായത്തെ ഞാൻ ഭൂരിപക്ഷത്തുള്ള ഓരോ നബിമാരുടെ സമുദായത്തെ മുക്കിക്കൊന്നതുപോലെ, ലൂത്ത് നബിയുടെ ഖൗമിനെ നശിപ്പിച്ചതുപോലെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ നശിപ്പിച്ചതുപോലെ ഹബീബായ തങ്ങളുടെ സമുദായത്തെ ഞാൻ ഹലാക്കാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത് ഹബീബായ തങ്ങളോടുള്ള ആദരവുകൊണ്ടാണ്. ആ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് ഉണ്ടാകണം, അവിടുത്തെ സ്നേഹം ഉണ്ടാകണം. അവിടുത്തെ സ്നേഹമാണ് അവിടുത്തെ പേരുമക്കളായ സയ്യിദന്മാരോട് സാദാത്തിനോടുള്ള മഹബ്ബത്ത്, അവരോടുള്ള സ്നേഹം, അവരോടുള്ള ബന്ധം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് 4 മാസത്തോളമായി ഈ മഹല്ലിൽ ഖതീബായി ബഹുമാനപ്പെട്ട സാദാത്തങ്ങൾ ജോലി ഏറ്റെടുക്കുകയാണ്. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, ഈ ദീനിന്റെ ഖിദ്മത്ത് എന്ന നിലക്കാണ്. മഹാനവരിൽ ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വരുന്നത് ഞാനിപ്പോൾ പൈസ ഉണ്ടാക്കണം, അല്ല മറ്റൊന്ന് എന്തെങ്കിലും എന്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ല, പക്ഷേ ദീൻ ഖിദ്മത്താണ്. അവിടുത്തെ ഉസ്താദന്മാരെ പൊരുത്തവും ഇതെല്ലാം ഉള്ള സയ്യിദൻ കൂടിയാണ്. ഇതുപോലെ സയ്യിദന്മാരെ ആദരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദന്മാരെ ആദരിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുവാനാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സയ്യിദ് മുറാദുകളുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തോടുള്ള മുഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അല്ലാഹു ഉയർത്തി തരുമാറാകട്ടെ. അവിടുത്തെ ഹഖ് ദുആഇ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് അല്ലാഹു ഉയർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദുകളെ കുറിച്ച് നമ്മോട് ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്തുകൾ സംസാരിക്കുന്നു. ബഹുമാനത്തും ആദരവോടും കൂടി തങ്ങളെ ക്ഷണിക്കുന്നു.